ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം. മഹാവീര്യവാനും ദേവകണ്ഠകനും പൗലസ്ത്യ വംശജനുമായ ഇന്ദ്രജിത്ത് ശ്രീരാമ ലക്ഷ്മണ സഹോദരന്മാരുടെ സമരോദ്യമം മനസ്സിലാക്കിയപ്പോൾ ഒരു മായയെ പ്രയോഗിച്ചു. രാക്ഷസ പെരുമ്പടയുടെ മധ്യത്തിൽ മായ കൊണ്ട് ഒരു മൈഥിലിയെ നിർമ്മിച്ചിരുത്തി. കവികളുടെ മുന്നിൽ വെച്ച് ദേവിയെ നിഗ്രഹിച്ച് എല്ലാവരെയും വ്യാമോഹിപ്പിക്കാം എന്ന് തീരുമാനിച്ചു. ദുർമതിയായ രാവണി സീതാഹനനത്തിന് ഒരുമ്പെട്ട് പുറത്തു കടന്നു. കോട്ടവാതിലിൻ പുറത്തായി കണ്ടവനെ ചൊടിച്ച വാനരന്മാർ കല്ലും മരവും കയ്യിലേന്തി പോരിനടുത്തു. എല്ലാവർക്കും മുന്നിൽ പവനതനയൻ എത്തി. ആർക്കും എടുക്കാൻ സാധിക്കാത്ത ഗിരിശൃംഗം എടുത്തു വരുന്ന ഹനുമാന്റെ ദൃഷ്ടിയിൽ ദേവി പെട്ടു. സ്നാനാദികൾ ഇല്ലാത്തതിനാൽ ഏകവേണിയും ഉണ്ണാതെ ദുഃഖിച്ചു വസിക്കുന്നതിനാൽ കവിളൊട്ടിയും ദേഹം പരിശുദ്ധമാക്കാത്തതിനാൽ പൊടി പുരണ്ട് പിന്നിത്തുടങ്ങിയ ഒരൊറ്റ പീതാംബരം ധരിച്ച് ശ്രീരാമദേവ സഹധർമ്മിണി ആഴലിൻ്റെ മൂർത്തീകരണമായിരിക്കുന്നു. അല്പ ദിവസങ്ങൾക്ക് മുമ്പ് താൻ കണ്ട ജാനകി ദേവിയെ അനിലാത്മജൻ അതിവേഗത്തിൽ അറിഞ്ഞു. ശരീരമാസകലം ചേറാണ്ട് കണ്ണീർ വാർത്തു നിൽക്കുന്ന സീതയെ കണ്ടപ്പോൾ മാരുതിയുടെ നേത്രങ്ങളിൽ നിന്ന് ബാഷ്പം ഒഴുകി. നിരാശാബാധിതയായി ആഴലാർന്ന് അരക്കൻ്റെ തേരിൽ അശ്രു വാർത്തുകൊണ്ടിരിക്കുന്ന ആ പാവത്തെ കണ്ടപ്പോൾ ഇവൻ്റെ ഭാവം എന്തായിരിക്കുമെന്ന് മനസ്സിൽ വിചാരിക്കുകയും നാവ് അത് ഏറ്റുപറയുകയും ചെയ്തു. വാനര പ്രമുഖന്മാരോടൊത്ത് വായുപുത്രൻ പാഞ്ഞടുത്തു. ഹനുമാനെ കണ്ട് അരിശം മൂത്ത രാവണി ഉറിയിൽ നിന്ന് വാളൂരി ദേവിയുടെ കുന്തളത്തിൽ പിടിച്ച് മായ കൊണ്ട് തേരിൽ ഇരുത്തിയ ആ സ്ത്രീയെ കവികൾ കാണത്തക്ക വിധം രാമരാമ എന്ന് ഉറക്കെ വിളിക്കുമാറ് അടിച്ചു തുടങ്ങി. ശ്രീരാമധർമ്മപത്നിയുടെ തലമുടി രാവണി ചുറ്റിപ്പിടിക്കുന്നത് കണ്ട് ഹനുമാന്റെ കണ്ണുകളിൽ നിന്ന് ചുടുബാഷ്പം ധാരധാരയായി ഒഴുകി. മനോഹര സർവാംഗിയായ ശ്രീരാമപ്രിയയെ കണ്ട ഹനുമാൻ ഏറ്റവും പരുഷമായ വാക്കുകൾ പൗലസ്ത്യനന്ദനോട് പറഞ്ഞു. ഹേ ദുഷ്ട, നിന്റെ നാശത്തിന് മാത്രമാണ് ദേവിയുടെ തൃക്കൂന്തളത്തിൽ തീണ്ടിയത്. ബ്രഹ്മഋഷി വംശജാതനാണെങ്കിലും നിന്റെ മാതാവ് ഒരു രാക്ഷസിയാണല്ലോ. കഷ്ടം കഷ്ടം, മഹാപാപിയായ നിനക്ക് ഇത്തരത്തിലാണല്ലോ ബുദ്ധി പോയത്. ഹേ നൃശംസ, നീച, ദുർവൃത്ത, ക്ഷുദ്ര, പാപപരാക്രമ, ഇത്തരത്തിലുള്ള നീചകർമ്മത്തിൽ അല്പം പോലും അറപ്പ് തോന്നുന്നില്ലല്ലോ. സ്വന്തം രാജ്യം, അരമന, ശ്രീരാമസ്വാമിയുടെ തൃക്കരം ഇവയോട് വേർപെട്ട ഈ ദേവി എന്തൊരു തെറ്റാണ് നിനക്ക് ചെയ്തിട്ടുള്ളത്? കൊല്ലുവാൻ തോന്നത്തക്ക എന്തൊന്നാണ് പറഞ്ഞിട്ടുള്ളത്? ദുഷ്ടാഗ്രേസര, സീതാദേവിയെ വധിച്ച നീ അധിക ദിവസം ജീവനോടെ വാഴുകയില്ല. ഒരു തരത്തിലും നിനക്ക് സാധിക്കുന്നതല്ല. നീ ഇത്തരം ചെയ്യുന്നതിനാൽ ബദ്ധ്യനാണ്. എൻ്റെ കയ്യിൽ നീ പെട്ടുകഴിഞ്ഞല്ലോ. ഘോരഘാതകന്മാർ കൂടി വർജിച്ച ലോകമാണ് സ്ത്രീ ഹന്താക്കൾക്ക് ഉള്ളത്. അതിൽ നീ ചെന്നണയും. ഇതാ നിന്റെ ഉയിര് തീരുകയായി. ഇത്രയും പറഞ്ഞ മാരുതി ആയുധധാരികളായ പ്ലവങ്കപ്പടയോടുകൂടി അതീവ രുഷ്ടനായി രാവണിയുടെ നേരിട്ട് പാഞ്ഞെടുത്തു. എന്നാൽ ക്രോധാന്തരായ നിശാചരന്മാർ അവരെ തടുത്തു നിർത്തി. വരുന്ന വാനരന്മാരെ മുഴുവൻ വരാസ്ത്രങ്ങളാൽ ഉലച്ചുകൊണ്ട് ഇന്ദ്രജിത്ത് ഹനുമാനോട് പറഞ്ഞു. സുഗ്രീവനും രാമനും നീയും ആരെ ഉദ്ദേശിച്ചാണോ ഇവിടെ വന്നത്? ആ മൈഥിലിയെ നിന്റെ മുന്നിൽ വെച്ച് തന്നെ നിഗ്രഹിക്കുകയാണ്. ഇവളെ കൊന്നതിനു ശേഷം ഞാൻ രാമലക്ഷ്മണന്മാരെയും നിന്നെയും സുഗ്രീവനെയും മഹാദുഷ്ടനായ ആ വിഭീഷണനെയും വധിക്കാം. സ്ത്രീകളെ കൊല്ലാൻ പാടില്ലെന്നു നീ പറഞ്ഞുവല്ലോ. എന്നാൽ ശത്രുക്കൾക്ക് അഴലേകുന്ന ഏതൊന്നും ചെയ്യാവുന്നതാണ്. ഇത്രയും പറഞ്ഞ് വാവിട്ട് കേഴുന്ന സീതയെ നിശിത ഖഡ്ഗത്താൽ താൻ തന്നെ വെട്ടി പൂണുനൂൽ സ്ഥാനത്തുകൂടി ആ പാവത്തെ രണ്ടായി പിളർത്തി. പ്രിയദർശനയായ വൈദേഹി ദേവി രണ്ടായി നിലത്ത് വീണു. ഇങ്ങനെ ഇന്ദ്രജിത്ത് താൻ തന്നെ ദേവിയെ വധിച്ച് ഹനുമാനോട് പറഞ്ഞു. നോക്കൂ, രാമപ്രിയതമയെ ഞാൻ വാളാൽ മുറിച്ചിട്ടത്. സീത മൃതയായി കഴിഞ്ഞു. നിങ്ങളുടെ ശ്രമമെല്ലാം വെറുതെയായി തീർന്നു. വൻ വാളുകൊണ്ട് താൻ തന്നെ സീതയെ കൊന്ന് അതിസന്തോഷത്തോടെ പെരിയ ശബ്ദത്തിൽ തേരിൽ നിന്ന് അലറി തുടങ്ങി. സമീപത്തു നിൽക്കുന്ന വാനരവീരന്മാർ രാക്ഷസ പ്രമുഖന്മാരുടെ അമർന്നാർക്കുന്ന ശബ്ദം വായും പൊളിച്ചു നിന്ന് കേട്ടു. ഇങ്ങനെ വൈദേഹിയെ നിഗ്രഹിച്ച് അത്യാനന്ദത്തോടെ ഖലനായ രാവണി രഥത്തിലിരുന്നു. അവൻ്റെ അതുല്യമായ സന്തോഷ വളർച്ച കണ്ട കീശന്മാർ അതീവ ദുഃഖമാർന്ന് കുതിച്ച് ഓടിത്തുടങ്ങി. ഭയങ്കര ഇടിനാദം പോലെയുള്ള ആർപ്പ് കേട്ട് അങ്ങോട്ട് നോക്കിയ കവി പുങ്കവന്മാർ നാനാദിക്കിലേക്കും ഓടി ഒളിക്കാൻ തന്നെ തുടങ്ങി. അത് കണ്ട ഹനുമാൻ മുഖം മങ്ങി ഭയപ്പെട്ടോടുന്ന അവരെ തടുത്തുകൊണ്ട് പറഞ്ഞു. അടരിലുള്ള ചുണ വെടിഞ്ഞ് മുഖം വാടിയ നിങ്ങൾ ഓടുവാൻ എന്താണ് കാരണം? നിങ്ങളുടെ ശൗര്യമെല്ലാം എവിടെ പോയി? വരുവിൻ, മുമ്പിൽ ഞാൻ നടക്കാം. എൻ്റെ പിന്നാലെ പോരിനെത്തുവിൻ.
കുലീനവംശജാതരായവർ യുദ്ധത്തിൽ നിന്ന് പിന്മടങ്ങുകയോ? മാരുതിയുടെ വാക്കുകൾ മർക്കടന്മാരെ ഉണർത്തി സ്വകർമ്മ നിരതരാക്കി. കല്ലും മരങ്ങളും എടുത്തു. തുഷ്ടരായ അവർ ആർത്തുകൊണ്ട് പാഞ്ഞെടുത്തു. കപിവ്യാക്രർ അരക്കന്മാരെ ഹനുമാനെ ചൂഴ്ന്നുകൊണ്ട് എതിരിട്ടു. കത്തി ജ്വലിക്കുന്നൊരു ചെന്തി പോലെയായി മാരുതി വാനരപ്പടയോടുകൂടി രാക്ഷസ പ്രമുഖ സൈന്യത്തെ എറിയിച്ചു തുടങ്ങി. വളരെയധികം പരിക്കുകൾ രാക്ഷസന്മാർക്ക് പറ്റി. കപിസേന പരിവൃഢനായ വായുതനയൻ കാലാന്ത യമോപ മാനനായി തീർന്നിരിക്കുന്നു. ദേഷ്യവും വ്യസനവും ഒരുപോലെ ബാധിച്ച മഹാകവി ഇന്ദ്രജിത്തിന്റെ തേരിൻ നേർക്ക് വലിയൊരു പാറക്കല്ല് ചാട്ടി. അത് കണ്ട സാരഥി ഉത്തമ അശ്വങ്ങളോട് കൂടിയ തേര് പെട്ടെന്ന് ദൂരെ ഒഴിച്ചു മാറ്റി. കല്ല് രാവണിയെ സമീപിക്കാതെ ഭൂമിയിൽ പതിച്ചു. ശക്തി കൊണ്ട് ഭൂമി തന്നെ കുഴിഞ്ഞ് കല്ലാണ്ടുപോയി. ആ കല്ല് വരുന്നത് കണ്ടപ്പോൾ തന്നെ രാക്ഷസപട നടുങ്ങി. അനേകം പ്രമുഖ രാക്ഷസന്മാരെ ചതച്ചരച്ചുകൊണ്ടാണ് കല്ല് താണതും. വാനരന്മാർ ഒന്നിച്ചു ചേർന്ന് ഇന്ദ്രജിത്തിനോട് ഏറ്റു. വാശിയേറിയ മർക്കടന്മാർ വൃക്ഷങ്ങളും ശൃംഗങ്ങളും ധാരാളമേന്തി രാക്ഷസേശ്വരപുത്രന്റെ തേരിൻ നേർക്ക് തുരുതുരെ എറിഞ്ഞു. ശത്രുക്കൾക്ക് അത്യധികം ദുഃഖമേകിക്കൊണ്ട് പല പല ശബ്ദത്താൽ അവൻ ആർത്തു തുടങ്ങി. ഭീമസ്വരൂപികളായ ഹരിവരന്മാർ അടിക്കുന്നതേറ്റ് ഘോര രാക്ഷസന്മാർ ഭൂമിയിൽ കിടന്ന് പിടഞ്ഞു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.